ലോകത്ത് നന്മയുള്ളവരൊക്കെ മരിച്ചു പോകുന്നു, തിന്മയുള്ളവരൊക്കെ ജീവിക്കട്ടെ. അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കരുത് മക്കളെ എന്ന് പറഞ്ഞാൽ ഓരോ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ മക്കളും അവര് പ്രകൃതി തന്നെ കൊണ്ടുപോയി. ഈ ലോകത്തുള്ള എല്ലാ മലയാളികളും അല്ല, ഈ ലോകം മുഴുവനും വയനാടിന് വേണ്ടിയിട്ട് വയനാടിൻ്റെ ദുരന്തത്തിലുള്ള ദുഃഖത്തിൽ എല്ലാവരും പങ്കുചേരുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയാണ്. എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലും എന്താണ് ഇവരുടെ മാനസിക അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലെന്താണ്, ഇവരുടെ മനസ്സെന്താ എങ്ങനെയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ചില പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, മറ്റേ ഇവനിക്ക് പകരം 2 വാഴ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്നേ രക്ഷപ്പെട്ടിരുന്നു എന്നൊക്കെ ചില പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും, ചില ആൾക്കാർ അല്ലെങ്കിൽ ചില മക്കളെ ഓർത്തിട്ട്. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടും ഈ വയനാട്ടിൽ ഇങ്ങനെ ഈ ദുരന്തം ഉണ്ടായിട്ട് ഇത്രയും ആൾക്കാർ മരിച്ചിട്ടും ചില ആൾക്കാർക്കൊക്കെ സന്തോഷമാണ്. ചില ആൾക്കാർ അത് കണ്ടിട്ട് സന്തോഷിച്ചിട്ട് ചില റീച്ചിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തിടും. അപ്പോൾ അതുപോലെ ഒരുത്തനാണ് ഒരു പരനാറി കാട്ടിക്കൂട്ടിയൊരു വീഡിയോ ഉണ്ട്. ഈ പരനാറി ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കി. കേവലം ഒരു റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിച്ചിട്ടും അതല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ ഇത്രയും ദുഃഖിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ മുമ്പിൽ ഇങ്ങനെ കളിയാക്കിയിട്ടും അല്ലെങ്കിൽ ഈ വയനാടിനെ ഇങ്ങനെ കളിയാക്കിയിട്ടും പുച്ഛിച്ചിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവൻ്റെ മനസ്സ് എത്രത്തോളം കല്ലായിരിക്കൂലേ. എന്താണെങ്കിലും നിങ്ങളൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം നിങ്ങൾ ആ വീഡിയോനോട് യോജിക്കണില്ലെങ്കിൽ, നിങ്ങൾക്ക് ആ വീഡിയോനോട് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അവൻ എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ നിങ്ങൾ കാട്ടുന്നത് എത്രത്തോളം പരിഹസിച്ചിട്ടും കളിയാക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഇങ്ങനെയും കളിയാക്കി പറയണമെങ്കിൽ ഇങ്ങനെ കളിയാക്കിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണമെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സാക്ഷി എത്രത്തോളം അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സ് അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ മനസ്സ് കല്ല് എന്ന് തന്നെ നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെ ഒരു ദുരിതം ഉണ്ടാകുമ്പോഴും ഇതിങ്ങനെ കളിയാക്കുന്നുണ്ട്. ഇതാണ് അത്യന്തം വേദനയുടെ അല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം, ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓർക്കത് കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതി തങ്ങളോട് ഇങ്ങനെ ചെയ്യുമോ എന്ന തരത്തിലാണ് ഇത്രയും നേരം മാഷ് സംസാരിക്കുന്നത്. മാഷിന്റെ റീച്ചിന് വേണ്ടിയിട്ടും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും 18 കൊല്ലം കുറേ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. ഈ നാടിന്റെ ഭാഗമായിരുന്നു. എന്താണെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനൊക്കെ ചിലവരൊക്കെ ലൈക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ ലൈക്ക് കൊടുക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, ഈ ലൈക്ക് കൊടുത്താൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്, നിങ്ങളെ മനസ്സാക്ഷി അതുപോലെ തന്നെയാണെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. കാരണം അത് ലൈക്ക് കൊടുക്കണം എന്താണ്, ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ടല്ലേ. ആ വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ടാണ് ഇവനെ പോലുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഇവർക്ക് നല്ല രീതിയിൽ ഇവരെ കമൻറ്റ് ചെയ്യുന്നതും അതേമാതിരി ഇവർക്കൊക്കെ ലൈക്ക് കൊടുക്കുന്നതും. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളൊക്കെ വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. 13 അംഗ കുടുംബം, അതിൽ 5 പേരുടെ ശരീരങ്ങൾ കണ്ടെത്തി. മകളടക്കം 8 പേർ എവിടെയെന്നറിയില്ല. ഭാര്യയുടെ ചേച്ചിയുടെയും അവരുടെ ഭർത്താവിന്റെയും മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്തുന്നുണ്ടെന്ന കേട്ടറിവിലാണ് ഇപ്പോൾ പ്രതീക്ഷ. ഇങ്ങനെയുള്ള ഓരോ മക്കളെ കണ്ടിട്ടായിരിക്കും മാതാപിതാക്കൾ പറയുണ്ടാകുക, ഇവനൊക്കെ വെച്ചിരുന്ന അല്ലെങ്കിൽ ഇവനൊക്കെ വളർത്തിയിരുന്ന സമയം കൊണ്ട് 2 വാഴ വെച്ചിരുന്നെങ്കിൽ അവർക്കത് ഉപകാരത്തിൽപ്പെട്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ. അതിങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലത്തെ ഒന്ന് മാത്രമാണോ ഇനി ഇതുപോലെ വേറെ ഉണ്ടോയെന്നറിയില്ല. ഇവനൊക്കെ ആ ഉണ്ടാക്കിയ സമയത്ത് പയച്ചു, അത്രേ ഉള്ളൂ എനിക്ക് പറയണം. കാരണം ഇവനൊക്കെ വീട്ടിൽ ഇതേമാതിരി ദുരന്തങ്ങളൊക്കെ വരുമ്പം അതും ഇവന് ഈ റീച്ചിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പരിഹസിച്ചിട്ടും കളിയാക്കിയിട്ടൊക്കെ വീടെടുക്കും. അല്ലെങ്കിൽ ഇവൻ്റെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവൻ്റെ വീടിൻ്റെ മുകളിൽ ഇതേമാതിരി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എന്തായാലും ഇവനെ പോലെ ഉള്ളവരൊക്കെ സൂക്ഷിക്കുക. കാരണം ഇവനെ പോലെ ഉള്ളവർ ഇനിയാണ് റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തമ്മാടിത്തോരം ചെയ്യും. എങ്ങനെ വേണമെങ്കിലും ഇവരെന്താണ് കുറച്ച് റീച്ചിന് വേണ്ടിയിട്ട് ആൾക്കാരുടെ ഇടയിൽ പബ്ലിസിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് പല ഉടായ്പ് കാര്യങ്ങളും ഈ ചറ്റകൾ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭൂമിക്ക് ഭാരമായിട്ടൊക്കെ വെച്ചിരിക്കുന്നത്. ഇവനെ പോലുള്ളവരൊക്കെ നേരത്തെ അങ്ങോട്ട് മേപ്പോട്ടെടുത്തൂടെ. ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നതാണല്ലോ ദൈവം പറയുന്നത്. അങ്ങനെയുള്ളവരൊക്കെ ഇവനൊക്കെ പന പോലെ വളർത്തിക്കുന്നത്. എന്താണെങ്കിലും ഇവനെ പോലുള്ളവരൊക്കെയാണ് നേരത്തെ തന്നെ അങ്ങോട്ട് എടുക്കേണ്ടത്. ഇതുപോലുള്ള ചെറ്റകളൊക്കെ സൂക്ഷിക്കുക. അത്രേ ഉള്ളൂ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്.